ജനപ്പെരുപ്പം കൊണ്ട് ഇന്ത്യ വിഷമിക്കുകയാണെങ്കിൽ ജനങ്ങളില്ലാത്തതുകൊണ്ട് വിഷമിക്കുകയാണ് മറ്റു പല രാജ്യങ്ങളും. അമേരിക്ക അടക്കം അമേരിക്ക, സൗത്ത് കൊറിയ, ഹംഗറി, ഇറാൻ, ചൈന, റഷ്യ. അപ്പം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ജനങ്ങളില്ല, ആവശ്യത്തിന് ജനങ്ങളില്ല. ഇപ്പം അമേരിക്കയിൽ ജനങ്ങളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് പ്രസിഡന്റ് ട്രംപ് പുതിയൊരു നിർദ്ദേശം വെച്ചിരിക്കുന്നു. പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവിച്ചു കഴിയുന്ന പ്രസവം കഴിഞ്ഞാൽ ഓരോ സ്ത്രീക്കും $5000 വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു ടിപ്പ് കൊടുക്കുക, ടിപ്പോ അല്ലെ ഒരു കൈക്കൂലിയോ കൊടുക്കുക. അങ്ങനെ ജനപ്പെരുപ്പം അങ്ങനെ കൂടുതൽ പ്രസവിക്കാനുള്ള ഒരു ഇൻസെൻറ്റീവ്, ഒരു പ്രചോദനം വനിതകൾക്ക് നൽകുക. പക്ഷെ അതുകൊണ്ട് വല്ലതും കാര്യം നടക്കാൻ പോകുന്നോ? അപ്പോൾ എന്തായാലും റഷ്യയിലാണെങ്കിൽ ഈ അസാൻമാർഗിക ബന്ധങ്ങൾ, നമ്മൾ അവിഹിത ബന്ധങ്ങളും തെറ്റായ ബന്ധങ്ങൾ എന്നൊക്കെ പറയും, അത് ഈ ജോലിക്കിടയിലും ജോലിയുടെ ഇത്തിരി ബ്രേക്ക് കിട്ടുമ്പോഴൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്നാണ് അവിടെ അവിടുത്തെ നേതാവ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിലും ജനങ്ങൾ ഉണ്ടാവണം. ചൈന ജനപ്പെരുപ്പം കൊണ്ട് വെറുതെ മുട്ടിയിട്ടാണ് അവർ ഒരു കുട്ടിയും രണ്ട് കുട്ടിയും മാത്രമേ ആകാവൂ, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ തല വെട്ടിക്കളയുമെന്നുള്ള രീതിയിൽ നിയമം കൊണ്ടുവന്നത്. ഇപ്പോഴെന്ത് പറ്റി? ജനം ജനങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പം വയസ്സരുടെ എണ്ണം കൂടി. ആ രാജ്യം മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇന്ത്യ മാത്രം നമ്മൾ ജനപ്പെരുപ്പമൊക്കെ കുറയ്ക്കാനായിട്ടെല്ലാം നോക്കിയെങ്കിലും ജനങ്ങൾ കുറയുന്നില്ല. നമ്മുടെ സഞ്ജയ് ഗാന്ധിയുടെ, രാഹുൽ ഗാന്ധിയുടെ അനിയനായിരുന്നു അല്ലേ, അടിയന്തരാവസ്ഥക്കാലത്തൊക്കെ കാണുന്നവരെയൊക്കെ പിടിച്ച് കട്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഇന്ത്യ പിന്നെയും ജനം കൂടുകയല്ലാതെ കുറയുന്നില്ല. പക്ഷേ കുറയുന്ന ഒരു വിഭാഗമുണ്ട്, നമുക്കറിയാം, കേരളത്തിലെ ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് കേരളത്തിലെ ബിഷപ്പുമാരൊക്കെ നെഞ്ചത്തടിച്ച് കലയുന്നു, ഇവിടെ കൂടുതൽ കുട്ടികൾ വേണം, പിന്നെ കൂടുതൽ കുട്ടികളുണ്ടായില്ലെങ്കിൽ നമ്മൾ അന്യം നിന്ന് പോകും, വംശനാശം സംഭവിച്ചു പോകും. അത് മിക്കവാറും ഒരു 100 വർഷം കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം നമ്മൾ ഈ പിന്നെ ഈ ആംഗ്ലോ ഇന്ത്യൻസിനെ നമ്മുടെ സിനിമയിലൊക്കെ ഒരു 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 പരിഹാസ രൂപേണ ചിത്രീകരിക്കുന്ന പോലെ ഒരു 100 വർഷം കഴിയുമ്പം കേരളത്തിലെ അവശേഷിക്കുന്ന കുറച്ച് ക്രിസ്ത്യാനികൾ ഉണ്ടാവുമല്ലോ, അവരെപ്പറ്റി ഇതുപോലെ പരിഹാസ രൂപേണയുള്ള പരാമർശമായിരിക്കും ഒരുപക്ഷെ വരാൻ പോകുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല നാളത്തെ കാര്യം. കാരണം അതിപ്പം ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ജനമെല്ലാം ഇങ്ങനെ നാട് വിട്ടു പോയാൽ പിന്നെ എന്തോ ചെയ്യും? അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ജനം നാട് വിടാത്ത മറ്റ് സമുദായങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, അവർ അല്ലാതെ തന്നെ അവരുടെ എണ്ണം പിന്നെ പെരുകുന്നു. അതിന് പുറമെ അവർ നാട് വിട്ടു പോകുന്നുമില്ല. അപ്പോൾ അങ്ങനെ അവർ അവരുടെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അവർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവർ വ്യാപിക്കുന്നു, അവരുടെ ആധിപത്യം കൂടി വരുന്നു. അപ്പം മറ്റുള്ളവർക്ക് അത് അലോസരമാകുന്നു, പിന്നെ അസൂയയാകുന്നു. അപ്പം ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് ട്രംപിൻ്റെ ഈ നിർദ്ദേശത്തിന് പിന്നിൽ ഇത് പോരാ എന്നാണ് പലരും വിദഗ്ധർ പറയുന്നത്. കാരണം അമേരിക്കയുടെ പ്രശ്നം, അതായത് ഒരു സ്ത്രീക്ക് 2.1 കുട്ടികൾ വീതം, ഒരു 2.1 എന്നുദ്ദേശിക്കുന്നത് ആകപ്പാടെയുള്ള സ്ത്രീകളുടെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു 2.1 വീതം കുട്ടികൾ ഉണ്ടാവണം, ശരാശരി നിരക്കിൽ കുട്ടികൾ ഉണ്ടാവണം സ്ത്രീകൾക്ക് എന്നാണ് പറയുന്നത് ആ ജനസംഖ്യ നിലനിർത്താനായിട്ട്. പക്ഷേ അമേരിക്കയിൽ 1.62 അത്രയേ ഉണ്ടാവുന്നുള്ളൂ. അപ്പം വലിയൊരു ഗ്യാപ്പ് വരുന്നു. അപ്പോൾ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് അമേരിക്കക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഇന്ത്യക്കാരെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താൽ മതി. അപ്പം കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ മിച്ചം വരുന്ന ആളുകളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ സ്കിൻ കളർ അത്ര വെളുത്തതല്ലാത്തതുകൊണ്ട് ഇവിടെ അത്ര അത് പഥ്യമല്ല എന്ന് മാത്രം. എങ്ങനെയായാലും ഈ തുക കൊണ്ട് കാര്യങ്ങളൊന്നും പോരാ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ കുട്ടികളെ വളർത്തുകയും അവരുടെ ചിലവുകൾ, അതൊരു 18 വയസ്സ് വരെയൊക്കെ അവരുടെ ചിലവുകളുണ്ട്. 18-20 വയസ്സ് വരെ അവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതിനുള്ള സഹായങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ഇങ്ങനെ വൺ ടൈം ടിപ്പ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ടാക്സിൽ ഒക്കെ വളരെ കാലത്തേക്ക് ടാക്സിൽ കുറവ് വരുത്തണം, കുട്ടികളൊക്കെ വളരുന്ന ആ കാലം വരെ ടാക്സിൽ കുറവ് വരുത്തണം, മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് അമേരിക്കയിൽ വിവാഹിതരാകുന്നവരുടെ എണ്ണം ഏതാണ്ട് 60% കുറഞ്ഞു എന്നാണ് പറയുന്നത്. 1970 വെച്ച് നോക്കുമ്പോൾ 60% വിവാഹം കുറഞ്ഞു. കാരണം വിവാഹം കഴിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ചിന്താഗതി, അങ്ങനെ ഒരു ഹെഡോണിസ്റ്റ് ചിന്താഗതി, സ്വന്തം കാര്യം നോക്കുക, സ്വന്തം സുഖം മാത്രം നോക്കുക, ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി വളർന്നിരിക്കുന്നു. എല്ലാവരും ആ സ്വാർത്ഥമതികളാവുന്നു. പിന്നെ കുട്ടികളെ നോക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. ആ കുട്ടികളെ നോക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തിനീ പെടാപ്പാടൊക്കെ പെടുന്നു എന്നാണ് ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ തടയാനാണ് പ്രസിഡന്റിൻ്റെ ഈ ഒരു ശ്രമം. പക്ഷേ ഇത് എത്ര കണ്ട് വിജയിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ കാര്യത്തിൽ നമുക്കറിയാം, ഈ കുട്ടികൾ
വളർത്തുന്ന മാതാപിതാക്കളാണ്. അവർക്ക് ഫ്രീഡം ഇല്ല എന്നുള്ളൊരു അവസ്ഥ പോലും അമേരിക്കയിലുണ്ട്. നമ്മൾ കുട്ടിയെ ഒന്ന് തല്ലിയാൽ ഉടനെ സർക്കാർ വന്ന് പിന്നെ നമ്മളെ ചോദ്യം ചെയ്യും, നമ്മളെ പിടിച്ച് ജയിലിലാക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനം. അതും ശരിയല്ലല്ലോ. നമ്മുടെ കുട്ടിയുടെ കാര്യം, നമ്മുടെ കുട്ടിക്ക് എന്താണ് ശരിയെന്നും എന്താണ് വേണ്ടതെന്നും നമ്മളാണല്ലോ തീരുമാനിക്കേണ്ടത്. അല്ലാതെ സർക്കാരല്ലല്ലോ തീരുമാനിക്കേണ്ടത്. സർക്കാരിനെ പേടിച്ച് കുട്ടികളെ വളർത്താൻ ആവില്ലല്ലോ. അതുപോലെ തന്നെ ഈ സ്കൂളുകളിലും മറ്റും നമ്മൾ ആൺകുട്ടികളെ സ്കൂളിൽ അയക്കുന്നു. ചിലപ്പോൾ അവർ തിരിച്ച് പെൺകുട്ടികളായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അല്ല, പിന്നെ ആണും പെണ്ണും അല്ലാത്ത രീതിയിലായിരിക്കും തിരിച്ചു വരുന്നത്. അവിടെ വെച്ച് അവരെ മസ്തിഷ്ക പ്രക്ഷാളനം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആണോ പെണ്ണോ ആകാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ. അങ്ങനെ ജന്മനാ ആണും പെണ്ണും ഇല്ല, ഇഷ്ടമുള്ള പോലെ ആകാം എന്ന് പറഞ്ഞു കൊടുക്കുക. 10-12 വയസ്സുള്ള പിള്ളേരാണ് ഈ മണ്ടൻ ആശയങ്ങളൊക്കെ തലയ്ക്ക് പിടിച്ചിട്ട് ഓരോന്ന് പറയും, അല്ലെ ഓരോന്ന് കാണിക്കും. ഉടനെ ടീച്ചർ, അധ്യാപിക തീരുമാനിക്കും അത് നീ ട്രാൻസ്ജെൻഡറാണ്. ഉടനെ ചികിത്സയായി, വീട്ടിലറിയിക്കാതെ ചികിത്സയായി, അല്ലെങ്കിൽ പിന്നെ കൗൺസിലിംഗ് ആയി. ഇതൊക്കെ വീട്ടിലറിയാതെ എത്ര ക്രൂരമായ ഒരു കാര്യമാണ്. എന്തായാലും ഈ പ്രസിഡന്റ് ട്രംപ് വന്നതിന് ശേഷമുണ്ടായ ഏറ്റവും ഗുണകരമായ മാറ്റം ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകരുതെന്നുള്ളത് അത് ഏറ്റവും ശരിയായ ഒരു കാര്യമാണ്. അമേരിക്കയിൽ ഈ ട്രംപും പിന്നെ ഒബാമയും ബൈഡനും ഒക്കെ കൂടെ കൊണ്ടുവന്ന ആ വൃത്തികെട്ട ഒരു നിയമങ്ങൾ, വൃത്തികെട്ട കാര്യങ്ങൾ. പിന്നെ കുട്ടികൾ പിന്നെ ആണും പെണ്ണുമേ ഉള്ളൂ, അങ്ങനെ അല്ലാതെ ചുരുക്കം ചിലർ ആണ് പിന്നെ ഈ സൃഷ്ടിപരമായിട്ട് ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവരെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇപ്പം പിന്നെ ദൈവം തമ്പുരാൻ ഒരാളെ ഒരു രീതിയിൽ സൃഷ്ടിച്ചാൽ നമുക്കത് മോശമാണെന്ന് പറയാനുള്ള യാതൊരു അവകാശവും നമുക്ക് ആർക്കുമില്ല. അവരെ നമ്മൾ തുല്യരായിട്ടും പിന്നെ പിന്നെ ബഹുമാനപൂർവ്വം കണക്കാക്കുന്നു. പക്ഷേ അതേസമയം തന്നെ പിന്നെ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെക്സ് മാറാം, നിങ്ങൾക്ക് ആണിന് പെണ്ണാകാം, അല്ലെ പെണ്ണിന് ആണാകാം എന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ സ്ഥിതി എന്താ? അതിനുവേണ്ടി ആവശ്യമില്ലാത്ത ഹോർമോൺ ചികിത്സ, ആവശ്യമില്ലാത്ത ഓപ്പറേഷനുകൾ, അതൊക്കെ നടത്തുന്നത് ശരിയാണോ? അതൊക്കെ തന്നെ എത്രയോ തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ പിന്നെ അതിനെ ഒക്കെ ട്രംപ് വാസം പറഞ്ഞാൽ ട്രംപിനെയൊക്കെ അനുകൂലിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. ഇങ്ങനെയുള്ള നിന്ദ്യമായ നിയമങ്ങളും നിന്ദ്യമായിട്ടുള്ള ആശയങ്ങളും ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എതിർപ്പ് തന്നെയായിരുന്നു ട്രംപിന് പിന്നെ കിട്ടിയ വിജയവും. പക്ഷേ പിന്നെ എന്തായാലും ഈ ട്രംപിൻ്റെ ചില നല്ല ആശയങ്ങളാണ് ഇക്കാര്യങ്ങളിൽ. ഈ മാര്യേജ് ഏതായാലും ജനസംഖ്യ കുറയുന്നു എന്നത് എങ്കിലും ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനൊരു മാറ്റം വേണമെന്നെങ്കിലും പ്രസിഡന്റ് ഒക്കെ ഉന്നത തലത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെയാണല്ലോ മാറ്റങ്ങൾ തുടക്കം കുറിക്കുക. എന്തായാലും ജനസംഖ്യ കൂടട്ടെ. ഇനി ജനസംഖ്യ കൂടുന്നില്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി ആളെ ഇങ്ങോട്ട് വരുത്താം. അപ്പം പിന്നെ അത് വേണ്ട വിധത്തിൽ നമുക്ക് ജനസംഖ്യ ഇവിടെ നമ്മൾ വേണ്ട വിധത്തിൽ അത് കൂട്ടി കൊടുക്കുകയും ചെയ്യാം.